നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. അമിത് ഷാ BJP സംസ്ഥാന ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിന് പ്രചാരണാർത്ഥം. സ്കൂളുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് സിനിമയിലെ ആവിഷ്കാരത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട്. നാഷണൽ ഹൈവേ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ. മരട് വെള്ളക്ഷാമം തുടരുന്നു. പൈപ്പ് ലൈനിൽ ചോർച്ച. ജഡ്ജിമാർക്ക് പെർഫോമൻസ് അടിസ്ഥാനത്തിൽ അവധിയും. ഹൈക്കോടതി നിർദ്ദേശം. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം മഴക്കെടുതികൾ. ശക്തമായ മഴയിൽ യെല്ലോ അലർട്ട്. പാലക്കാട് തീപിടുത്തത്തിൽ സഹോദരിമാർക്ക് ദാരുണാന്ത്യം. അമ്മയുടെ നില അതീവ ഗുരുതരം. വയനാട് നിപ്പ ജാഗ്രതാ നിർദ്ദേശം. ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പുകൾ നൽകി. അമിത് ഷായുടെ സന്ദർശനം. എയർപോർട്ടിനടുത്തുള്ള ഡ്രോൺ നിരോധനത്തിന് പരിധി. 9 ജില്ലകളിൽ ഇന്നു മുതൽ 4 ദിവസം വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ. എയർ ഇന്ത്യ അപകടം. ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടത്തിൽ ഇന്ധന കട്ട് ഓഫ് സ്വിച്ച് തെറ്റിദ്ധരിച്ചതാണെന്ന് പ്രധാന കാരണമെന്ന് AAIB കണ്ടെത്തി. അന്തിമ റിപ്പോർട്ട് വരാൻ 1 വർഷം വേണ്ടിവരും. റേറ്റ് നികുതി വരുമാനം 1.3% കുറഞ്ഞു. ഏപ്രിൽ മുതൽ ജൂലൈ 10 വരെയുള്ള ഇന്ത്യൻ സാമ്പത്തിക വാർഷിക റിപ്പോർട്ടിൽ 1.3% കുറവ്. പെട്രോ കെമിക്കൽ ഉത്പാദനം വർദ്ധിപ്പിക്കും. റിലയൻസ്. ചൈനയുടെ സാന്നിധ്യത്തെ മറികടക്കാൻ ഇന്ത്യയിൽ പെട്രോ കെമിക്കൽ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് റിലയൻസ് അറിയിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ അടുത്ത മാസം. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്റ്റീൽ, ഓട്ടോ പാർട്സ്, കാർഷിക ഉൽപ്പന്നങ്ങളിൽ കരാർ ലക്ഷ്യമിട്ട് ചർച്ചകൾ ആരംഭിക്കും. മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം പോസ്റ്റർ റിലീസ്. ഓഗസ്റ്റ് 28-ന് ചിത്രം തിയേറ്ററുകളിൽ റിലീസിനെത്തും. കിങ്ഡം ട്രെയിലർ പുറത്തിറങ്ങി. വിജയ് ദേവരകൊണ്ടയുടെ ത്രില്ലർ ചിത്രം ജൂലൈ 31-ന് തിയേറ്ററുകളിൽ. ISL 2025-26 സീസൺ താൽക്കാലികമായി നിർത്തിവെച്ചു. മാസ്റ്റർ റൈറ്റ്സ് കരാർ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ. ഇൻഡോർ ക്രിക്കറ്റ് മ്യൂസിയം ജൂലൈ 15-ന് തുറക്കും. കപിൽ ദേവ് മുതൽ സച്ചിൻ വരെ ഓർമ്മകൾ. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.